ഈ GST എന്ന് പറയുന്ന സംഭവം തന്നെ തട്ടിപ്പ്. ബേസിക് ഇത് പ്രോപ്പറായിട്ട് നടപ്പാക്കാൻ ഇന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഒത്തിരി തെളിവുകളുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് വില കൂടുമെന്ന് പറയുന്നത് വില കുറയും. ചില സാധനങ്ങൾ ഇപ്പോൾ കാറിന്, ഫ്രിഡ്ജിന് വിസിബിളായിട്ട്, ഞാൻ പറഞ്ഞത് വിസിബിളായിട്ട് വില കുറയുന്ന കാണാം. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ടത് MRP എന്ന് പറയുന്ന റേറ്റ്. അപ്പോൾ MRP നമ്മളിപ്പോൾ കടയിൽ പോയി സാധനം മേടിക്കാൻ നോക്കുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ ഈ കടക്കാരന് ഈ പറയുന്ന വളരെ ചെറിയ പെർസെൻറ്റേജാണ് മാർജിൻ എന്ന്. തെറ്റാത്. പല മാർജിനും 20, 30, 35% മാർജിൻ. MRP അടിച്ചു വരുന്ന പാക്കറ്റിലുള്ള സാധനം മുഴുവനും കള്ളത്തരമാണ്. കാരണം ഡൽഹിയിൽ ഞാൻ ഈ നാട്ടിലൊക്കെ വെച്ച് കണ്ട് ചില MRP എന്നൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത് ഇപ്പം 200 രൂപയുടെ പ്രോഡക്റ്റ് അവരെങ്ങനെ 150 രൂപയ്ക്ക് തരാൻ പറ്റും? ഇതൊക്കെ വരുന്നതിന് മുമ്പ്. ശരിയാണ്. 200 രൂപയുടെ പ്രോഡക്റ്റ് 150 രൂപ. ചില സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതേ പൈസക്ക് 2 പ്രോഡക്റ്റ്. അതെ, 2 പ്രോഡക്റ്റ് 3 പ്രോഡക്റ്റ് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റ് ഫ്രീ. ഒരു പ്രോഡക്റ്റ് ഫ്രീ. ഒന്ന് മേടിച്ച് അടുത്ത പ്രോഡക്റ്റ് 2 പ്രോഡക്റ്റ് ഫ്രീ. എങ്ങനെയാണ് ഈ കടക്കാർക്ക് തരാൻ പറ്റുന്നത്? ഇത് കടക്കാർ നഷ്ടം സഹിച്ചാണ് തരുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഇതൊക്കെ ബ്ലണ്ടർ അടിച്ചിറക്കുന്ന സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നൊരു കൂട്ടരുണ്ട്. ഈ ടാക്സ് വെട്ടിച്ച് അവർ ലാഭം ഉണ്ടാകും.